morning, dear students. In today's class, let's study about the types of leadership or different types of leadership theories. In today's class, let's discuss two theories of leadership. Number one, trait theory and behavioral theory. നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ തിയറീസുകൾ ഏതൊക്കെ തിയറീസുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നല്ലൊരു ലീഡേഴ്സ് ഫോം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതിൽ ട്രൈറ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയും ബിഹേവിയറൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കൂടാതെ കോണ്ടിജൻസി തിയറി ഉണ്ട്. ആ തിയറിയെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ട്രൈറ്റ് തിയറി? ട്രയറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് നമുക്കറിയാം, ഒരു ക്വാളിറ്റി എന്നുള്ളതാണ്, ഇന്നർ ക്വാളിറ്റി. അതായത് ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ടായിരിക്കും. ഇത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ചില ക്വാളിറ്റീസുകളെയാണ് ഇവിടെ ട്രയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ട്രയറ്റ് തിയറിയിലൂടെ നല്ലൊരു ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നതാണ് ട്രയറ്റ് തിയറിയിൽ ആസ്പദമാക്കിയിട്ടുള്ളത്. ഓക്കെ, ട്രയറ്റ് തിയറി വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ കെല്ലി 1974. It was an attempt to classify personal characteristics such as physical, mental, relating to personality and associated with the success of leadership. തിയറിയിൽ പറയുന്നത് ലീഡർഷിപ്പ് ട്രൈറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ആൻഡ് ഇറ്റ് കൻ നോട്ട് ബി ലേൺഡ് എന്നുള്ളതാണ്. ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയറ്റ് തിയറി പ്രകാരം അവർ ജന്മനാലെ ഇൻഹെറിറ്റഡ് ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ പഠിച്ചെടുത്ത് പ്രാക്ടിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതല്ല ലീഡർഷിപ്പ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ട്രയറ്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ what the personal characteristics such as physical, mental, relating to personality are associated with the success of leadership. ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള അയാളുടെ പേഴ്സണലായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ, ചില ട്രയറ്റ്സുകൾ അയാളുടെ ലീഡർഷിപ്പിൻ്റെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളതാണ് ട്രയറ്റ് തിയറി. അതായത് നല്ലൊരു ലീഡർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ആരാണ്? നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണോ? നല്ല കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആണോ? കരിസ്മാറ്റിക് ഫീച്ചേഴ്സ് ആണോ? സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാളാണോ? ബെസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ആണോ അയാൾക്കുണ്ടായിട്ടുള്ളത്? എബിലിറ്റി ടു ഫോർമുലേറ്റ് എ ക്ലിയർ വിഷൻ, ഇതിനെക്കുറിച്ച് നല്ലൊരു ഏബിളായിട്ടുള്ള വ്യക്തിയാണോ? ഇങ്ങനെയൊക്കെയുള്ളൊരു ആളാണോ നല്ലൊരു ലീഡർ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. കാരണം ഇത്തരത്തിലുള്ള ക്വാളിറ്റീസുകളെല്ലാം അയാൾക്ക് പേഴ്സണലായിട്ട് ഉണ്ടാകുന്നതാണ്. പേഴ്സണലായിട്ടുള്ള ചില ഫീച്ചേഴ്സുകളായിരിക്കും ആ കരിസ്മാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, സെൽഫ് കോൺഫിഡൻസ്, ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് എബിലിറ്റി എന്ന് പറയുന്നതൊക്കെ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഫീച്ചേഴ്സുകളാണ്. അപ്പം അത് നല്ലൊരു ലീഡർ ആകാനുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ലീഡർ ആവാനായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി ദർ ആർ certain personal qualities and traits which are essential to be a successful leader. Psychologically better, good judgment and involve in social activities and share more and more information, and this theory believes that the leadership traits are inherited and cannot be learned. ചുരുക്കത്തിൽ പറയുന്നത് ട്രൈറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഉള്ള പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റീസുകൾ തന്നെയാണ് നല്ലൊരു സക്സസ്ഫുൾ ലീഡറെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ട്രൈറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ലീഡറാകാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു വേ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അയാൾക്ക് സൈക്കോളജിക്കലി ആയിട്ട് ബെറ്റർ ജഡ്ജ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ആക്ടിവിറ്റീസുകളിൽ നല്ല ഇൻവോൾവ് ചെയ്യാനായിട്ട്
ആകാനായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ, ആരോടും എല്ലാ കാര്യങ്ങളും പറയാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ടായിരിക്കും. ആക്ച്വലി ദിസ് തിയറി ബിലീവ്സ് ദാറ്റ് ലീഡർഷിപ്പ് ട്രൈറ്റ്സ് ആർ ഇൻഹെറിറ്റഡ് ആൻഡ് കനോട്ട് ബി ലേൺഡ്. ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്, പക്ഷേ അയാളത് ലേൺ ചെയ്തിട്ടുള്ളതല്ല, പഠിച്ചെടുത്തിട്ട് വന്നിട്ട് ലീഡറായിട്ടുള്ളതല്ല, അയാൾക്ക് ഇൻഹെറിറ്റഡ് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ട്രൈറ്റ് തിയറിയിൽ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. നല്ലൊരു ലീഡേഴ്സിന് പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് സക്സസ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ് ട്രൈറ്റ് തിയറിയുടെ ഫോക്കസിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രൈറ്റ് തിയറി പ്രകാരം സക്സസ്ഫുൾ ആകാനായിട്ടുള്ള ഒരു ലീഡർ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ചില ട്രൈറ്റ്സുകൾ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള റിസർച്ചേഴ്സ് ഒരു സക്സസ്ഫുൾ ലീഡർ ആകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റിയും ട്രൈറ്റ്സും ഏതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 1 ഇൻ്റലിജൻസ്, അനദർ 1 ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, then emotional stability, intense inner motivational drive, human relation attitude, vision and foresight, empathy, fairness and objectivity, technical skills, open mind and adaptability, art of communication, social skills. These are the traits and qualities becomes a human in a successful leader in accordance with the ട്രൈറ്റ് തിയറി. ട്രൈറ്റ് തിയറിയിൽ പല ആളുകളും റിസർച്ച് ചെയ്തപ്പോൾ ഈ പറയുന്ന ട്രൈറ്റ്സുകൾ അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റീസുകളാണ് ആ വ്യക്തികളെ ബെറ്റർ ലീഡറാകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവരുടെ ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഇവിടെ പറഞ്ഞു അല്ലേ. ഇൻ്റലിജൻസ് പറഞ്ഞു, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആക്ച്വലി എന്തായിട്ടുണ്ടോ, നല്ല ലീഡേഴ്സ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആർ സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിൻ്റ്ലി ജെൻഡർ ബേസ്ഡ്? ഡു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ഗുഡ് ലീഡർ? ഈസ് ലീഡർഷിപ്പ് മോർ ദാൻ ജസ്റ്റ് ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ച്? ഡസ് ദിസ് ഇംപ്ലൈ ദ ലീഡേഴ്സ് ആർ ബോൺ ഓർ നോട്ട് ബ്രെഡ്? ഈ പറഞ്ഞ ട്രൈറ്റ് തിയറി പ്രകാരം ഓരോ വ്യക്തികളും നല്ല ലീഡേഴ്സ് ആകുന്നത് അവരിലുള്ള ഈ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണമെന്നില്ല. ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെല്ലാം നല്ല ലീഡേഴ്സ് ആയി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ട്രൈറ്റ് തിയറിക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ക്രിറ്റിസിസം പറയുന്നത് ഇത്രയാണ്. First one, various studies prove that the trite theory cannot hold good for all set of circumstances. അതായത് നല്ല ക്വാളിറ്റീസുകൾ, മുകളിൽ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസുകളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു ലീഡേഴ്സ് ആവാൻ എല്ലാ സിറ്റുവേഷൻസുകളിലും കഴിയണമെന്നില്ല. അപ്പോൾ സിറ്റുവേഷൻ ബൗണ്ടായിട്ടാണ് ഒരു ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ട്രൈറ്റ് തിയറിയുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. ട്രൈറ്റ് തിയറിയിൽ ട്രയറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നല്ലൊരു ലീഡറായി മാറിയിട്ടുള്ളത് എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് വിപരീതമായിട്ടാണ് പറയുന്നത്. കാരണം സർക്കംസ്റ്റൻസിനനുസരിച്ച് കൊണ്ട് മാത്രമേ ഏതൊരു ട്രയറ്റ് ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് നല്ലൊരു ലീഡറായിട്ട് മാറാനായിട്ട് കഴിയുള്ളൂ. ആ സർക്കംസ്റ്റൻസിനെ ടാക്കിൾ ചെയ്യാൻ ഒരു ലീഡർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡറായി മാറും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ട്രൈറ്റ് തിയറി എന്ത് ചെയ്യുന്നതാണ്, ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്, ദ ലിസ്റ്റ് ഓഫ് ട്രൈറ്റ് ഈസ് നോട്ട് യൂണിഫോം ആൻഡ് ഡിഫറെൻറ്റ് ഓതേഴ്സ് ഹാവ് ഗിവൺ ഡിഫറെൻറ്റ് ലിസ്റ്റ് ഓഫ് ട്രൈറ്റ്സ്. നമുക്ക് ട്രൈറ്റ്സുകളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റ്സുകൾ പല റിസർച്ചേഴ്സും സ്റ്റഡി ചെയ്തപ്പോൾ സെയിം ട്രയറ്റ്സുകളല്ല പറയുന്നത്. കാരണം ട്രയറ്റ്സുകളൊന്നും യൂണിഫോം ബേസ് അല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓതേഴ്സിന്, ഡിഫറെൻറ്റ് റിസർച്ചേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സിൽ പറയുന്ന ട്രയറ്റ്സുകളാണ് അവരുടെ ഒപ്പീനിയനിൽ നല്ലൊരു ലീഡറാകാൻ വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഫെയിൽസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓൺ ലീഡർഷിപ്പ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ ബേസിൽ എല്ലാം നല്ലൊരു ലീഡറായി മാറാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല.
ആ ഒരു പ്രോബ്ലം ഈ ട്രയറ്റ് തിയറിയുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. അനദർ വൺ പറയുന്നത് ലാസ്റ്റ് പോയിന്റ്, ദർ ഹാവ് ബീൻ ലീഡേഴ്സ് ഹു ഡസൻറ്റ് ഹാവ് ദീസ് ട്രൈറ്റ്സ് ബട്ട് ദേ ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ഗുഡ് കോർപ്പറേറ്റ് ലീഡർ. അതായത് നമ്മൾ ഈ ട്രയറ്റ് തിയറിയിൽ പറഞ്ഞ ഒരു പോയിന്റ്, ഈ ട്രയറ്റ്സ് ഉള്ള എല്ലാ ആളുകളും ആരായി മാറുന്നു എന്നുള്ളതാണ്, നല്ല ലീഡേഴ്സായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ നല്ലൊരു ലീഡർ എന്ന് പറയുമ്പോൾ ഈ ട്രയറ്റ്സുകളൊന്നും അവർക്കുണ്ടാകണം എന്നില്ല. കാരണം ഈ ട്രയറ്റ്സുകളില്ലാത്ത പല ആളുകളും നല്ല കമ്പനികളിൽ, വലിയൊരു ഓർഗനൈസേഷനിൽ നല്ല മാനേജേഴ്സും നല്ല ലീഡേഴ്സുമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലീഡറാകാൻ ഈ പറഞ്ഞിട്ടുള്ള ട്രയറ്റ്സുകൾ, ലിസ്റ്റ് ചെയ്ത ട്രയറ്റ്സുകൾ തന്നെ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ ക്രിറ്റിസായിട്ട് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ആക്ച്വലി ക്രിറ്റിസിസം പറയുമ്പോൾ ട്രയറ്റ്സുകളെല്ലാം ഉണ്ടെങ്കിലും ആ ട്രയറ്റ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ലീഡേഴ്സിൻ്റെ ലീഡർഷിപ്പ് സക്സസ്ഫുൾ ആണെന്നുള്ളത് പറയാനായിട്ട് കഴിയില്ല. പല ലീഡേഴ്സും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സർക്കംസ്റ്റൻസിനെ ടാക്കിൾ ചെയ്യാൻ കഴിയുമ്പോൾ, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവ്, മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നല്ല ലീഡേഴ്സാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ തിയറിയിൽ ക്രിറ്റിസായിട്ട് പറയുന്നത്. അപ്പം ട്രയറ്റ് തിയറിയിൽ ആക്ച്വലി ട്രയറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ട്രയറ്റ്സുകളുള്ള ആർക്കും നല്ലൊരു ലീഡേഴ്സായി മാറാം എന്നുള്ളൊരു ഒപ്പീനിയനാണ് ട്രയറ്റ്സ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ റിസർച്ചേഴ്സിൻ്റെ ഒപ്പീനിയൻ. അനദർ വൺ പറയുന്നത് ബിഹേവിയറൽ തിയറിയാണ്. ബിഹേവിയറിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡേഴ്സിന് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബിഹേവിയറിൻ്റെ ബേസിൽ പറയുമ്പോൾ, ബിഹേവിയർ എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ആ സ്റ്റഡിയുടെ ബേസിലാണ് ബിഹേവിയറൽ സ്റ്റഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്റ്റഡീസുകളിൽ വരുന്നൊരു സ്റ്റഡിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് തോവ സ്റ്റഡീസ്, ദ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ആൻഡ് മിഷിഗൻ സ്റ്റഡീസ്, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ സ്റ്റഡീസ്. ഇവരൊക്കെ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗത്തിലാണ് ബിഹേവിയറൽ സ്റ്റഡിക്ക്, അല്ലെങ്കിൽ ബിഹേവിയറൽ തിയറി പ്രകാരം നല്ല ലീഡേഴ്സ് ആകുന്നു എന്ന് പറയുന്ന ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ട്രയറ്റ്സുകളല്ല, നേച്ചുറലി അവരുടെ ആക്ച്വൽ ബിഹേവിയറും ആക്ഷനുമാണ്, ഒരു ലീഡേഴ്സിൻ്റെ ആക്ഷനുമാണ് നല്ലൊരു ലീഡർ എന്നുള്ളതാണ് ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത്. ആക്ച്വൽ ബിഹേവിയറിനും ഓരോ ലീഡേഴ്സിൻ്റെ ആക്ഷനും എങ്ങനെയാണോ അതിൻ്റെ ബേസിലാണ് നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു ലീഡർ എന്നുള്ളതാണ് ബിഹേവിയറൽ തിയറിയുടെ ഒപ്പീനിയൻ. സോ let's go to the point. Behavioral theory, the limitation of the triad theory leads to significant change in the leadership approach. ട്രയറ്റ് തിയറിയുടെ ലിമിറ്റേഷൻസുകൾ നമ്മൾ പറഞ്ഞു. ആ ലിമിറ്റേഷൻസുകളാണ് ബിഹേവിയറൽ തിയറിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ്, ആ ഒരു ചേഞ്ച് വരാനുള്ള കാരണം. Another one, in this theory, full focus on the actual behavior and actions of the leaders instead of their personal qualities or traits. ഈ തിയറിയിൽ ആക്ച്വൽ ഓരോ ലീഡേഴ്സിൻ്റെയും ബിഹേവിയർ എങ്ങനെയാണോ, ഓരോ ലീഡേഴ്സിൻ്റെയും ആക്ഷൻ എങ്ങനെയാണോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോട്ട് ഓൺ ദി പേഴ്സണൽ ക്വാളിറ്റി ഓർ ട്രയൽ, അവരുടെ പേഴ്സണൽ ക്വാളിറ്റി ട്രയറ്റ് എത്രയാണോ എന്നുള്ളതല്ല, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, എങ്ങനെ ചെയ്യാനായിട്ട് കഴിയും, അതാണ് സക്സസ്ഫുൾ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അനദർ വൺ പറയുന്നത് ദിസ് തിയറി എംഫസൈസ് ഓൺ വാട്ട് ദ ലീഡേഴ്സ് ഡു ആൻഡ് ഹൗ ദേ ബിഹേവ് ടു ബിക്കം ഇഫക്റ്റീവ് ലീഡർ. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, അതാണ് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ലീഡർ. അനദർ പോയിന്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ട്രയറ്റ് തിയറി ലീഡർഷിപ്പ് ഈസ് ഇൻഹെറിറ്റഡ്, ബട്ട് അക്കോർഡിംഗ് ടു ബിഹേവിയറൽ തിയറി ലീഡർഷിപ്പ് ക്യാൻ ബി ലേൺഡ്. നമ്മൾ ആദ്യം പറഞ്ഞ ട്രയറ്റ് തിയറിയിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. ദെൻ ഇറ്റ് കനോട്ട് ബി ലേൺഡ് എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺഡ് ആണ്.
ബിഹേവിയർ അനുസരിച്ച് കൊണ്ട് ബിഹേവിയറിനെ മൗൾഡ് ചെയ്യാനായിട്ട് പറ്റും, ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെന്ത് ചെയ്യാം, ചേഞ്ചസുകൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് ബിഹേവിയറൽ തിയറി ദ ലീഡർഷിപ്പ് ക്യാൻ ബി ലേൺഡ്, ബട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ട്രാക്ട് തിയറി ലീഡർഷിപ്പ് ഈസ് ഇൻഹെറിറ്റഡ്. Another one പറയുന്നത് several attempts have been made to identify the dimensions of the leader behavior. The most systematic and comprehensive study in the direction were conducted in USA at Ohio State University and University of Michigan during the 1945 and 1947. നമ്മുടെ ഈ ബിഹേവിയറൽ സ്റ്റഡീനെ കുറിച്ച് പല ഡയമെൻഷനിൽ പല ഫാക്ടേഴ്സിൻ്റെയും ബേസിലാണ് ബിഹേവിയറൽ തിയറീനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡീസുകളൊക്കെ നടത്തിയതിൽ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റികൾ നടത്തിയിട്ടുള്ള സ്റ്റഡീസുകളാണ് ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസും മിഷിഗൺ സ്റ്റഡീസും. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് തോവ എന്ന് പറയുന്ന സ്റ്റഡീസും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിഹേവിയറൽ സ്റ്റഡീസിൽ പറയുന്ന മാനേജറിയൽ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ഒരു ലീഡറുടെ ബിഹേവിയർ എങ്ങനെയാണോ, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്, ഒരു ലീഡറായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതാണ് അയാളുടെ ലീഡർഷിപ്പിനെ സക്സസ്ഫുൾ ആക്കുന്നത് എന്നുള്ളത് പറയുന്ന ഒരു ഒപ്പീനിയനാണ് ബിഹേവിയറൽ സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ബിഹേവിയറൽ സ്റ്റഡീസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റഡിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ പറയുന്നത്. ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മേജർ ഡയമെൻഷൻ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചറിനെ കുറിച്ചും കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, ഗോ ടു ദി പോയിന്റ്. ഇൻ 1945 the Bureau of Business Research at Ohio State University initiated a series of studies on leadership. The main objective of the study was to identify the major dimension of leadership and to investigate the effect of leaders' behavior on employee behavior and satisfaction. ഈ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ അവർ പഠനം നടത്തിയത് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡറിൻ്റെ ബിഹേവിയർ കൊണ്ട്, ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്ത് എംപ്ലോയീസിനിടയിലായതുകൊണ്ട് എംപ്ലോയീസിന് എത്രമാത്രം ബിഹേവിയറൽ ചേഞ്ചും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകുന്നു, അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. അപ്പോൾ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ ലീഡറിൻ്റെ ബിഹേവിയർ കൊണ്ട് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും എംപ്ലോയീസിൻ്റെ ബിഹേവിയറും എത്രമാത്രം പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ്, ഹൈ ആണോ ലോ ആണോ എന്ന് പറയുന്ന ഒരു പഠനമാണ് നടത്തിയത്. അപ്പോൾ ലീഡറുടെ ബിഹേവിയറിൻ്റെ 2 ഡയമെൻഷനാണ് അവിടെ എടുത്തിട്ടുള്ളത്. ആ 2 ഡയമെൻഷനാണ് ഇവിടെ പറയുന്നത്. ദീസ് സ്റ്റഡീസ് നാരോഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലീഡർ ബിഹേവിയർ ടു 2 ഡയമെൻഷൻ. നമ്പർ 1 ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് നമ്പർ 2 കൺസിഡറേഷൻ. ഒന്ന് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ, അതായത് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡറുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ അയാളുടെ റോൾ എങ്ങനെയാണോ ആ റോളിനാണ് ഇവിടെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഡയമെൻഷൻ, 2 ഫാക്ടറുകളുടെ ബേസിലാണ് ലീഡറുടെ ബിഹേവിയറിനെ കുറിച്ച് ഇവിടെ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും എന്താണെന്ന് നോക്കാം. എന്താണ് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്നുള്ളതും എന്താണ് കൺസിഡറേഷൻ എന്നുള്ളതും നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ. ഇറ്റ് ഡിഫൈൻസ് ആൻഡ് ഓർഗനൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ദ മെമ്പർ ഓഫ് ദി ഗ്രൂപ്പ്. ആൻഡ് in this initiative structure establishes well-defined pattern of organization. Another one, develop channel of communication and method or procedure. And in this method, to supervise the activities of employees. Initiating structure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിലുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഈ ലീഡേഴ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അവരുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്,
അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, മെമ്പേഴ്സിൻ്റെ ഇടയിലും ഈ ലീഡറിൻ്റെ ഇടയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതിനെയാണ് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ഹൈ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എംപ്ലോയീസ് ആരായി മാറും, സാറ്റിസ്ഫൈഡ് ആയി മാറും. കാരണം അവരുടെ ബിഹേവിയറിലും ചേഞ്ച് ഉണ്ടായിരിക്കും. കാരണം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല സൂപ്പർവിഷനാണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫേമിലുള്ളത്. ഈ എംപ്ലോയർ അല്ലെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറിൻ്റെ ബേസിൽ ഈ സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സും ഓട്ടോമാറ്റിക്കലി അവർ സാറ്റിസ്ഫൈഡ് ആയി മാറും. അനദർ വൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ്റെ ബേസിലും ഈ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലീഡർ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാവേണ്ട ചില ബിഹേവിയറാണ്. സപ്പോർട്ടീവ്സ് എന്നല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്, നല്ല ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ ട്രസ്റ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, റെസ്പെക്റ്റ് നൽകണം, സപ്പോർട്ടിങ് നൽകണം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, കൺസേൺ ഫോർ ദി വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ്. അയാളുടെ സബോർഡിനേറ്റ്സിൻ്റെ വെൽഫെയറിനായിരിക്കണം കൂടുതൽ മുൻഗണന നൽകേണ്ടത്. ഇങ്ങനെയുള്ള കൺസിഡറേഷൻസുകളുടെ ബേസിലും നല്ലൊരു ലീഡറായി മാറാം എന്നുള്ളതാണ് ഇവരുടെ ഒപ്പീനിയൻ പറയുന്നത്. ഓക്കെ, അത് ശരിയായിരിക്കാം. കാരണം ഏതൊരു എംപ്ലോയീസ് ആയിക്കഴിഞ്ഞാലും അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, അവരുടെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ബോസ് അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആയിരിക്കണം, നല്ല റെസ്പെക്റ്റ് ഉള്ള ആളായിരിക്കണം, സപ്പോർട്ടിങ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്ത് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പൺ മൈൻഡുള്ളൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ആ ഒരു കൺസിഡറേഷനും ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫേമിലുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ടാസ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ഹൈ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന രണ്ടും ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ആവട്ടെ കൺസിഡറേഷൻ ആവട്ടെ അത് ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബെറ്റർ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലീഡറായി മാറും. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടേബിളിൽ മനസ്സിലാകുന്നത് ലീഡർ ബിഹേവിയർ ആൻഡ് ലീഡർ സ്റ്റൈല്. അതായത് കൺസിഡറേഷനും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും രണ്ട് ഡയമെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കൺസിഡറേഷനും ഹൈ ആയി ആവുകയാണ്, ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ടായിരിക്കും വരിക. അപ്പോൾ അവിടെ ഹൈ കൺസിഡറേഷൻ ആയിരിക്കാം, ഹൈ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡറായിരിക്കും. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡറുടെ പ്രത്യേകത നമുക്കറിയാം, അയാൾ ആരായിരിക്കും, എംപ്ലോയീസിനെയും കൂടെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഉൾപ്പെടുത്തും. അപ്പോൾ അത് മാത്രമല്ല അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യും. എപ്പോഴും വർക്കുകൾക്ക് പാർട്ടിസിപ്പേഷൻ, വർക്കേഴ്സ് ലീഡേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഈ ഫോളോവേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ആളായിരിക്കും, എപ്പോഴും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽ എംപ്ലോയീസിന് ഇടയിൽ ലീഡർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അയാൾ ആരായി, സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡറായി. അതേസമയം കൺസിഡറേഷൻ ലോ ആവുകയാണ്, ഹൈ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരായി മാറുകയാണ്, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു ലീഡറായി മാറുകയാണ്. അപ്പോൾ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു ലീഡറുടെ പ്രത്യേകതയും നമുക്കറിയാം, അയാൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്, അല്ല അയാൾ തന്നെയാണ് എല്ലാറ്റിൻ്റെയും അധികാരം എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മൈൻഡായിരിക്കും അയാൾക്കുണ്ടാവുക. അപ്പോൾ വർക്കിനെ ഡിക്റ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻസുകൾ എടുക്കുന്നതിൽ എപ്പോഴും ഒരു ഓട്ടോക്രസി അല്ലെങ്കിൽ ഒരു യൂണിലേറ്ററൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ഉണ്ടാവുക. എംപ്ലോയീസിനിടയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ മാത്രമേ അയാൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് പറയുന്നത്. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസിഡറേഷൻ ആൻഡ് റെഗുലാരിറ്റി ഓഫ് എംപ്ലോയീസ് ആൻഡ് ലോ അഗ്രീമെൻറ്റ്സ്, ബട്ട് കൺസിഡറേഷൻ ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു പെർഫോമൻസ്.
നമ്മൾ പറഞ്ഞ ഒരു ഫാക്ടർ കൺസിഡറേഷനാണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കൺസിഡറേഷൻ അവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനിടയിൽ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. അവർക്ക് തീരെ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇഷ്യൂസുകളോ ഒന്നും ഉണ്ടാവില്ല. ആക്ച്വലി അവരുടെ വർക്ക് നല്ല ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക. അനദർ വൺ പറയുന്നത് ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാലും ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്, നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. എംപ്ലോയീസിനിടയിൽ നല്ലൊരു പെർഫോമൻസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് ആക്ച്വലി എംപ്ലോയീസിനെ തന്നെ സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റും. അവരുടെ ആബ്സെൻറ്റീസം കുറയും, അതുപോലെ തന്നെ ഗ്രീവൻസുകളെല്ലാം കുറയും. സോ വെൻ ബോത്ത് ദീസ് ഡയമെൻഷൻസ് ആർ ഹൈ, പെർഫോമൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടെൻഡ് ടു ബി ഹൈ. But in some cases, high productivity was accompanied by absenteeism and grievance. ഈ രണ്ട് ഫാക്ടേഴ്സുകളും ഹൈ ആവുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ദ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ആൻഡ് കൺസിഡറേഷൻ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബെറ്റർ പെർഫോമൻസും ബെറ്റർ സാറ്റിസ്ഫാക്ഷനാണ്. ഈ ഹൈ പ്രൊഡക്ടിവിറ്റി കിട്ടാത്തതിനുള്ളൊരു കാരണം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റീസവും ഗ്രീവൻസാണ്. ഈ എംപ്ലോയീസ് ആബ്സെൻറ്റീസം ആവാനും അവർക്കിടയിൽ ഗ്രീവൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കാരണം ഈ പറഞ്ഞ ഇനീഷ്യേറ്റിംഗ് ആൻഡ് കൺസിഡറേഷൻ ലോ ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഹൈ ആകുന്ന ലീഡേഴ്സാണ് ഒരു സക്സസ്ഫുൾ ലീഡർ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി ആയിട്ടുള്ള ബിഹേവിയറൽ തിയറിയിലെ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ പറയുന്നത്. അനദർ നമ്മൾ പറഞ്ഞതാണ് ഈ ബിഹേവിയറൽ തിയറിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ് മിഷിഗൻ സ്റ്റഡീസ്. ആ മിഷിഗൻ സ്റ്റഡീസിൽ എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അവിടെ പറയുന്നത് എംപ്ലോയി ഓറിയൻറ്റഡ് ലീഡർഷിപ്പിനെ കുറിച്ചും പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ മിഷിഗൻ സ്റ്റഡീസ്? ദീസ് എംപിറിക്കൽ സ്റ്റഡീസ് വെർ കണ്ടക്റ്റഡ് സ്ലൈറ്റ്ലി ആഫ്റ്റർ ദി World War II by the Institute of Social Research at the University of Michigan. Then the purpose of these studies was to identify styles of leadership behavior that result in higher performance and satisfaction of the group. ഇവിടെയും പറയുന്നതാണ്, അതായത് ലീഡറുടെ ബിഹേവിയർ തന്നെയാണ്. നല്ലൊരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിഹേവിയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ വർക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ സ്റ്റഡീസിൽ നിന്നും മനസ്സിലാകുന്നത്. ആ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ ഫൈൻഡിങ്സും അതാണ് എന്നുള്ളതാണ് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡീസിനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലായിട്ടാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. മിഷിഗൻ സ്റ്റഡീസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റൈൽസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ലീഡർഷിപ്പും നമ്പർ 2 പറയുന്നത് എംപ്ലോയി ഓറിയൻറ്റഡ് ലീഡർഷിപ്പും. പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. Under the production-centered leadership, also known as task-oriented leadership, stressed on certain point. അതായത് പ്രൊഡക്ഷൻ സെൻറ്റേർഡ് ലീഡർഷിപ്പിനെ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്ന് പറയും. ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. റിജിഡ് വർക്ക് സ്റ്റാൻഡേർഡ്, പ്രൊസീജിയർ ആൻഡ് റൂൾ, ക്ലോസ് സൂപ്പർവിഷൻ, technical aspect of the job. Employees are considered as a tool to accomplish the goal, not treating like human being. അതായത് പ്രൊഡക്ഷൻ സെൻറ്ററിൽ പ്രൊഡക്ഷനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ബെറ്റർ ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ക്വാളിറ്റി പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ്. അപ്പോൾ എംപ്ലോയീസിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ശരിക്കും ഒരു മെഷീൻ പോലെ ആ വർക്ക് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ.
ഇപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാകാനായിട്ട് എപ്പോഴും ക്ലോസ് ആയിട്ടുള്ളൊരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കും. ടെക്നിക്കൽ ആസ്പെക്റ്റുകൾക്കായിരിക്കും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം ടെക്നോളജിയും ടെക്നിക്സുകളും യൂസ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനനുസരിച്ച് കൊണ്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിക്കുക. പ്രൊസീജിയർ ഫേമിൻ്റെ റൂൾസും പ്രൊസീജിയേഴ്സും അനുസരിച്ച് കൊണ്ട് ആ വർക്ക് അക്കംപ്ലിഷ് ചെയ്യുക. അങ്ങനെ ഒരു റിജിഡായിട്ടുള്ള പ്രോട്ടോകോളിലായിരിക്കും അവിടെയുള്ള പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു റിജിഡായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ എംപ്ലോയീസിന് അവിടെ ഫ്രീഡം ഇല്ല അല്ലേ? ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഫേമിലുള്ള ലീഡേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷന് മാത്രമാണ്. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കാത്തത് കൊണ്ട് ആ പ്രൊഡക്ഷന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ഫേമിൽ ഒരിക്കലും എംപ്ലോയീസ് ആരാവില്ല, സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഹയർ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും തോറും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അനദർ വൺ പറയുന്നത് ഇപ്പോൾ മിഷിഗൺ സ്റ്റഡീസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡിന് മാത്രമല്ല സ്റ്റഡി ചെയ്തത്, അവർ എംപ്ലോയി സെൻറ്റേർഡ് ലീഡർഷിപ്പിനെ കുറിച്ചും സ്റ്റഡി ചെയ്തു. ദാറ്റ് ഈസ് നമ്പർ 2, relation oriented about the employee centered relationship. Under this relationship leadership style, they focus on to treat subordinates as a human beings, and they give the concern for employees needs and welfare. They give foster employee participation in decision making, and they motivate the employees. ഇതൊക്കെ നൽകിക്കൊണ്ടാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. കാരണം സബോർഡിനേറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ നൽകുകയാണ്. എംപ്ലോയീസിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ വർക്കേഴ്സ് മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ നൽകിക്കൊണ്ട് അവരുടെ വർക്കിനെ ഫോസ്റ്റർ ചെയ്യാൻ, ബൂം ചെയ്യാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ അവർക്ക് നൽകുന്നത്. അതായത് വർക്കേഴ്സിന് ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് എംപ്ലോയീസിനെ ആക്ച്വലി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നൊരു സിറ്റുവേഷനാണ്. എംപ്ലോയീസ് ഓൾറെഡി മോട്ടിവേറ്റഡായി മാറും. അപ്പം ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഏത് പറയുന്നത്, എംപ്ലോയി സെൻറ്റേർഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് മെത്തേഡിലായി കഴിഞ്ഞാലും, ഈ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ എംപ്ലോയി ഓറിയൻറ്റഡ് ആയി കഴിഞ്ഞാലും അവിടെ എങ്ങനെയാണ് ആക്ച്വലി എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് നോക്കാം. Following are the findings of these studies. Number 1, both styles led to increase in production, but it was slightly more in production oriented style. പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റൈലിൽ പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ദ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റൈൽ ലെഡ് ടു ഡിക്രീസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻക്രീസ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റിസം. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? പ്രൊഡക്ഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെസ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും? അവിടെ എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യും. കാരണം ലേബർ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സ് ആ ഫേമിൽ നിന്ന് തിരിച്ചു പോകാൻ, അവർ ഇതിൽ നിന്ന് റിലീവ് ചെയ്തുകൊണ്ട് മറ്റ് ഫേമുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടെ ആബ്സെൻറ്റീസായി മാറും. അതായിരിക്കും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അതേസമയം എംപ്ലോയി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എംപ്ലോയീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസായി മാറും. അവർക്കിടയിൽ ആബ്സെൻറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ മിഷിഗൺ സ്റ്റഡീസിനെ കുറിച്ച് അവർ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. Another study through the behavioral theory. Third one, University of Thawa study. University of Thawa studies conduct ചെയ്തിട്ടുള്ളത് കർട്ട് ലെവിൻ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ആണ്. ഈ തോവ സ്റ്റഡീസിൽ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് അവരുടെ ഒരു റിസർച്ച് പറയുന്നത്. അതായത് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പിലെ ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നു. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ലീഡർ ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ലീഡർ ആൻഡ് ലേസസ് ഫെയർ സ്റ്റൈൽ ലീഡർ. ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ പറയുമ്പോൾ അത് അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ലീഡറായിരിക്കും. കാരണം ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ആൾ തന്നെ ആയിരിക്കും എല്ലാ ഡിസിഷൻസുകളും എടുക്കുന്നത്. ഒരു യൂണിലേറ്ററൽ ഡിസിഷൻ ആയിരിക്കും. എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഡെമോക്രസിയാണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയിയും എംപ്ലോയറും
ഒരേ സമയം ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേഷൻ, അവരുടെ വർക്കേഴ്സ് ലീഡർ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻകറേജ്ഡ് ആണ്. ഏത് ജോലിയും അച്ചീവ് ചെയ്യാനായിട്ട് കോച്ചിങ് നൽകിക്കൊണ്ട്, ട്രെയിനിങ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന, കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. ലേസസ് ഫെയർ ലീഡർ എന്ന് പറയുമ്പോൾ വളരെ ഫ്രീഡം നൽകുന്ന ഒരു ലീഡറാണ്. അതായത് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും ഫ്രീഡം നൽകിക്കൊണ്ട് എല്ലാം നന്നായി ചെയ്യാനായിട്ട്, അവർക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുക ആ ഒരു രീതിയിലേക്ക് എംപ്ലോയീസിനെ വളരെ ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലേസസ് ഫെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയറൽ സ്റ്റഡിയിലും ഇങ്ങനെയുള്ള 3 ആളുകളുടെ ബിഹേവിയർ വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ വർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ ഷെയ്പ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാം. അനദർ വൺ പറയുന്നത് മറ്റൊരു സ്റ്റഡി ഈ ബിഹേവിയറൽ സ്റ്റഡീസിൽ വരുന്നതാണ്. ഫോർത്ത് വൺ മാനേജറിയൽ ഗ്രിഡ്. ഈ മാനേജറിയൽ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഈ തിയറി പ്രൊപ്പോൺ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് അർബ്ലാക്ക് ആൻഡ് ജെയിൻ ആണ്. മാനേജറിയൽ തിയറിയിൽ നമുക്ക് പറയാം, ബിഹേവിയറൽ തിയറിയിൽ ഇപ്പോൾ നമ്മൾ 3 പറഞ്ഞു അല്ലേ. യൂണിവേഴ്സിറ്റി ഓഫ് തോവ, ദ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ. ഇതുകൂടാതെയുള്ള ബിഹേവിയറൽ സ്റ്റഡിയിൽ വന്നിട്ടുള്ളതാണ് ഒന്ന് മാനേജറൽ ഗ്രിഡ്. കൂടാതെ ഒരു ലിക്കേർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ലിക്കേർഡ്സിൻ്റെ ഒരു സ്റ്റൈലും കൂടെ മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലും കൂടെ ഇതിലുണ്ട്. അപ്പോൾ മാനേജറൽ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ദ തിയറിയിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫിക് മോഡൽ ഓഫ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ ഓഫ് മാനേജറിയൽ സ്റ്റൈൽസ് ഓർ ബിഹേവിയർ ഓൺ 2 dimension സ്പേസ്. ഈ ഒരു സ്റ്റഡീസിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലീഡേഴ്സിൻ്റെ ഒരു സ്റ്റൈല് ഒന്ന് കൺസേൺ ഫോർ ദ പീപ്പിളാണ്, മറ്റൊന്ന് കൺസേൺ ഫോർ പ്രൊഡക്ഷനാണ്. കൺസേൺ ഫോർ പീപ്പിൾ എന്ന് പറയുമ്പോൾ കൂടുതലും അവർക്ക് എംപ്ലോയീസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരെണ്ണം കൺസേൺ ഫോർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ 1 to 9 സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി വെച്ചുകൊണ്ടാണ് അതെന്ത് ചെയ്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ പോയിന്റുകളും പറയുന്നുണ്ടായിരിക്കും. ആ പോയിന്റ് വെച്ചുകൊണ്ട് പീപ്പിൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റുകൾ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കിക്കൊണ്ടാണ് അവരുടെ ബിഹേവിയറിനെ റാങ്കിങ് ചെയ്യുന്നത്. അതായത് പീപ്പിളിനെ കൺസേൺ ചെയ്യുന്ന ഇതിന് ഹൈ റാങ്ക് നൽകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം അത്തരത്തിലുള്ള ആളുകളിൽ കൂടുതലായിട്ടും അച്ചീവ്മെൻറ്റ്സിനാണ്, വർക്കിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ലോ ആയിരിക്കും. ഇപ്പോൾ പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, സാറ്റിസ്ഫാക്ഷൻ ലോ ആയിരിക്കും. ആ ഒരു സ്റ്റൈലാണ് മാനേജറൽ ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാനേജറൽ ഗ്രിഡിലും അവരുടെ ബിഹേവിയറൽ സ്റ്റഡീസിൽ ഒന്ന് കൺസേൺ ഫോർ പീപ്പിളാണ്, മറ്റത് കൺസേൺ ഫോർ പ്രൊഡക്ഷനാണ്. മറ്റൊരു മെത്തേഡും കൂടെ പറയുന്നുണ്ട്, ലിക്കേർഡ് സ്റ്റൈലാണ്. ലിക്കേർഡ് സിസ്റ്റത്തിന് പറയുന്നത് സിസ്റ്റം 1 മാനേജ്മെൻറ്റ്, സിസ്റ്റം 2 മാനേജ്മെൻറ്റ്, സിസ്റ്റം 3 മാനേജ്മെൻറ്റ് ആൻഡ് സിസ്റ്റം 4 മാനേജ്മെൻറ്റ്. സിസ്റ്റം 1 മാനേജ്മെൻറ്റിൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ്. അവർക്ക് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷന് മാത്രമായിരിക്കും. പാർട്ടിസിപ്പേഷൻസുകൾ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് അല്ല അവർക്ക് വരുന്നത്. അപ്പം മാനേജ്മെൻറ്റിന് അത്തരത്തിലുള്ള ഒരു ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും, ഷെയറിങ് കുറവായിരിക്കും. എപ്പോഴും സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ലിക്കേർഡ് സ്റ്റൈൽ സിസ്റ്റം 1. സിസ്റ്റം 2 എന്ന് പറയുമ്പോൾ അവർക്ക് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും, ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് പക്ഷെ എന്തായിരിക്കും വളരെ സ്ട്രെസ്സായിരിക്കും. 1 വേ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പാണ്. മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ എംപ്ലോയി, മാനേജർ ആൻഡ് എംപ്ലോയി, അത് പറയുന്ന ഒരു സിസ്റ്റമാണ്.
അപ്പോൾ മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആളുടെ ബിഹേവിയറും എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് മാത്രമേ സബോർഡിനേറ്റ്സിനോട് അയാൾ ബിഹേവ് ചെയ്യുള്ളൂ. ഒരു ഹാർഷായിട്ടുള്ളൊരു ബിഹേവിയറുള്ള ലീഡറാണെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ്സിനോടും അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സിസ്റ്റം 2 ലീഡർ. അനദർ വൺ സിസ്റ്റം 3 മാനേജ്മെൻറ്റ് സ്റ്റൈലാണ്. അതിൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ കുറച്ചും കൂടെ വിത്ത് സെക്കൻഡ് വണ്ണിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് കോർഡിയലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഹയർ ലെവലിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊന്നും ആരും ഉൾപ്പെടുത്താറില്ല, ഈ എംപ്ലോയീസിനെ ഉൾപ്പെടുത്താറില്ല. പക്ഷേ ഒരു കൺട്രോൾ വെച്ചുകൊണ്ട് തന്നെ വിശ്വസ്തമായിട്ടുള്ള ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും സിസ്റ്റം 3യിലുള്ളത്. അവർക്ക് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യും. അവർ വർക്കിൻ്റെ പെർഫോമൻസ് ഹയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റിവാർഡുകളെല്ലാം നൽകും. അതായത് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് ഒരു തരത്തിൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സിസ്റ്റമാണ് സിസ്റ്റം 3 ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അനദർ വൺ പറയുന്നത് സിസ്റ്റം 4 ആണ്. സിസ്റ്റം 4ൽ വളരെ ഫ്രീ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സബോർഡിനേറ്റ്സും മാനേജേഴ്സും തമ്മിൽ. അതായത് ഈ ഇതിൽ സബോർഡിനേറ്റ്സിനെ എല്ലായ്പ്പോഴും എല്ലാ ടൈപ്പുള്ള ഡിസിഷൻ മേക്കിങ്ങിലും ക്ലോസ്ലി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ഗോൾ സെറ്റിംഗ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. സുപ്പീരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് നേച്ചറിലുള്ള സുപ്പീരിയേഴ്സാണ് അല്ലെങ്കിൽ മാനേജേഴ്സാണ്. അവർക്ക് എന്ത് ഗോൾ അച്ചീവ് ചെയ്യാനും ഫുൾ സപ്പോർട്ട് സബോർഡിനേറ്റിനെ നൽകിക്കൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ ക്ലോസ്ലി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് മാനേജേഴ്സും സബോർഡിനേറ്റും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് സിസ്റ്റം 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ സിസ്റ്റം 1, സിസ്റ്റം 2, സിസ്റ്റം 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് നമുക്ക് പറയാനുള്ളത്, സിസ്റ്റം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അവരെ എപ്പോഴും പുവറായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും അവർക്കുണ്ടാവുക. പക്ഷേ സിസ്റ്റം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫ്രീ നൽകുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഫേമിൽ ഉള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, he concluded that participative leadership is only a valid approach to make optimum utilization resource. നമുക്ക് സിസ്റ്റം 1ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സിസ്റ്റം 1 എപ്പോഴും ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. അതേസമയം സിസ്റ്റം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ആൻഡ് ലേസസ് ഫയർ സ്റ്റൈൽ ആയതുകൊണ്ട് അവരുടെ എംപ്ലോയീസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റം 4. അതേസമയം സിസ്റ്റം 2 ആൻഡ് 3 എന്ന് പറയുമ്പോൾ അത്ര എല്ലാ ലെവലിലും മാനേജ്മെൻറ്റിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലീഡേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇൻഡ്യൂസ് ചെയ്യാനോ ഒന്നും അവിടെ 2 ആൻഡ് 3യിൽ കഴിയില്ല. അതേസമയം സിസ്റ്റം 4നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം 1 വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ട്രെയിനിങ് ഇൻസെൻറ്റീവൊക്കെ നൽകിക്കൊണ്ട് അവർക്ക് ഫോളോവേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിസ്റ്റം 2 ആൻഡ് 3 എന്ന് പറയാം. ആക്ച്വലി ഈ 3 മെത്തേഡുകൾ നോക്കിക്കഴിഞ്ഞാലും അതായത് 2 ആൻഡ് 3 അല്ലെങ്കിൽ 4 നോക്കിക്കഴിഞ്ഞാൽ 1നേക്കാളും ബെറ്റർ ആണ് എന്നുള്ളതും നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ട്രയറ്റ് തിയറി പറഞ്ഞു, ബിഹേവിയറൽ തിയറി പറഞ്ഞു. ബിഹേവിയറൽ തിയറിയിൽ തന്നെ പറയുന്നതാണ്, ബിഹേവിയറൽ തിയറിക്ക് വേണ്ടി പല സ്റ്റഡീസുകളും കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ബിഹേവിയറൽ നേച്ചർ നോക്കിക്കൊണ്ട് ലീഡേഴ്സിനെ സക്സസ്ഫുൾ ആക്കും എന്ന് പറയുന്ന ഒരു ഒപ്പീനിയനിൽ അല്ലെങ്കിൽ ഒരു അപ്രോച്ചിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റഡീസുകൾ ചെയ്തിട്ടുള്ളതാണ് ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ്, മിഷിഗൻ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് തോവ സ്റ്റഡീസ്. കൂടാതെ മറ്റൊരു സ്റ്റഡിയാണ് ബിഹേവിയറിൻ്റെ ബേസിൽ തന്നെ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ് മാനേജറൽ ഗ്രിഡ്. മാനേജറൽ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ബിഹേവിയറൽ സ്റ്റഡിയിൽ മാനേജറൽ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയുണ്ട്. അതുപോലെ ലിക്കേർട്ടിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈലും ഉണ്ട്.
മാനേജറിയൽ ഗ്രിഡിൽ പറയുന്നത് പീപ്പിൾ കൺസേണും പ്രൊഡക്ഷൻ കൺസേണുമാണ്. അവിടെയും പീപ്പിൾ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഹൈ ആയിരിക്കും, പ്രൊഡക്ഷൻ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലോ ആയിരിക്കും. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നത് ലീഡർഷിപ്പ് സ്റ്റൈലിൽ. ഇനിയും ഉണ്ട് കോണ്ടിജൻസി തിയറി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.